അയ്യപ്പ സംഗമത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ വന്നെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. ആളുകൾ കുറവായിരുന്നോ എന്ന ചോദ്യത്തോട് പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങളെ പഴിചാരി. മാധ്യമങ്ങൾ കള്ളപ്രചാരണം നടത്തുകയാണെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രതീക്ഷിച്ച പങ്കാളിത്തം ഇല്ലാതെ പോയതിന് കാരണം വിവാദങ്ങൾ കൂടിയാകാമെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിലയിരുത്തൽ. പങ്കാളിത്തം കുറഞ്ഞത് തിരിച്ചടിയാണെങ്കിലും NSS അടക്കമുള്ളവരെ വേദിയിലെത്തിക്കാൻ കഴിഞ്ഞത് നേട്ടമായി. അയ്യപ്പ സംഗമത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ വന്നു എന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. ഒഴിഞ്ഞ കസേര AI ദൃശ്യങ്ങളാകാം. മാധ്യമങ്ങൾ കള്ളപ്രചാരണം നടത്തുകയാണെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. കളവ് പ്രചരിപ്പിക്കുന്നതിനും പറയുന്നതിനും എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണം. രജിസ്റ്റർ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചത്, അതായത് ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് 3000 ആളെ പങ്കെടുപ്പിക്കാനാണ്. 4600 ആൾ പങ്കെടുത്തിട്ടുണ്ട്. അത് വലിയ കുറവാണെങ്കിൽ ആ കുറവ് സംഭവിച്ചിട്ടുണ്ട്. പോരെ, നിങ്ങൾക്ക് എന്തെല്ലാം സൊല്യൂഷൻ എടുക്കാൻ പറ്റും? നിങ്ങൾ കാണിക്കാൻ പറ്റും. വേണമെങ്കിൽ AI ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് AI ഉപയോഗിക്കാം. നിങ്ങളെല്ലാം ഉണ്ടാക്കും. ഇത് ആരംഭിക്കുന്നതിന് മുമ്പ് രാവിലെ 8 മണിക്കും 7:30 മണിക്കും 9 മണിക്കും ഒക്കെ എടുത്ത് ഒരേ ഭാഗം കൊടുത്തിട്ടുള്ള ആളുകളാണ് ഈ ഒഴിഞ്ഞ കസേര കാണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണം നടത്തുന്നത്. അതേസമയത്ത് 9:30 മണിക്കാണ് ഇവിടെ തമിഴ് തന്ത്രികൾ, ശബരിമല തന്ത്രികൾ വന്ന് ഭദ്രദീപം കൊടുക്കുന്നു. ആ സമയത്തുമ്പോഴേക്ക് ഓഡിറ്റോറിയം നിറഞ്ഞു. KR സാജു വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സാജു, കഴിഞ്ഞ ദിവസത്തെ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ആ ദൃശ്യങ്ങൾ അനുസരിച്ച് തന്നെയാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ വാർത്തകൾ കൊടുത്തതും. വലിയ തരത്തിൽ ജനപങ്കാളിത്തം ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു എന്ന് തന്നെയാണ്. പക്ഷേ വളരെ വിചിത്രമായ വാദമാണല്ലോ പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. അമൃത, ആഗോള അയ്യപ്പ സംഗമം ഇന്നലെ പമ്പയിൽ നടക്കുമ്പോൾ ഉദ്ഘാടന ചടങ്ങിന് ശേഷം 3 സെഷനുകളായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. ഈ 3 സെഷനുകളിലും പ്രതീക്ഷിച്ച ജനപങ്കാളിത്തം ഉണ്ടായിരുന്നില്ല, അതായത് ഭക്തരുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല എന്ന് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിശദീകരണങ്ങൾ വരുന്നത് അതൊക്കെ AI ദൃശ്യങ്ങൾ ആയിക്കൂടെ എന്നൊരു ചോദ്യവും മാധ്യമങ്ങൾ കള്ളപ്രചരണം നടത്തുന്നു, പ്രതീക്ഷിച്ചതിലധികം ആളുകൾ എത്തുന്നു എന്നതാണ് പാർട്ടി സെക്രട്ടറിയായ എം.വി. ഗോവിന്ദന്റെ പ്രതികരണം. ഒഴിഞ്ഞ കസേരകൾക്ക് എം.വി. ഗോവിന്ദൻ AI സാങ്കേതിക വിദ്യയെ കൂട്ടുപിടിച്ചുകൊണ്ട് മാധ്യമങ്ങൾ കള്ളപ്രചാരണം നടത്തുന്നു എന്ന നിലയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് സദസ്സിൽ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത് ആ 3 സെമിനാറുകൾ അല്ലെങ്കിൽ 3 സംഗമങ്ങൾ ആയിരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഒന്നിൽ മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യുന്നു, മറ്റുള്ളിടത്ത് ആളുകളുടെ തിക്കും തിരക്കുമൊക്കെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു. അങ്ങനെ 3 ചർച്ചകൾ. ഈ 3 ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങളായിരുന്നു ഇതിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും മറ്റും മുന്നോട്ട് കൊണ്ടുപോകാനായി മാസ്റ്റർ പ്ലാൻ അടക്കമുള്ളവയിൽ നടപടികൾ സ്വീകരിക്കാനായി മുന്നോട്ട് വെച്ചത്. അതായിരുന്നു ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഒന്ന്. എന്നാൽ നമ്മുടെ കയ്യിലുള്ള ദൃശ്യങ്ങൾ ആ പരിപാടി നടക്കുന്ന സമയത്ത് തന്നെയുള്ളത് പരിശോധിക്കുകയാണെങ്കിൽ ആ സമയത്ത് ആ സെഷനുകൾ നടക്കുന്ന സമയത്ത് മികച്ച പാനലായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത്രയും മികച്ച പാനൽ അത് ചർച്ച ചെയ്യുന്ന സമയത്ത് സദസ്സിൽ ആളുകൾ കുറവായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ആ വസ്തുതയെ മറയ്ക്കാനായിട്ടാണ് മാധ്യമങ്ങൾ കള്ളപ്രചാരണം നടത്തുന്നു, AI സാങ്കേതിക വിദ്യ കൊണ്ട് സൃഷ്ടിച്ചതായി കൂടെ എന്ന ചോദ്യമൊക്കെ പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദൻ ബാലിശമായ ചോദ്യങ്ങൾ ഉയർത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇക്കാര്യത്തിൽ വിശദീകരിക്കുമ്പോൾ ദേവസ്വം മന്ത്രി VN വാസവന് മറ്റൊരു വാദമാണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. ഈ വാദങ്ങളിൽ പോലും ഏകോപിതമായ നിലപാട് പാർട്ടിക്കും സർക്കാരിനും ഇല്ലേ എന്ന ചോദ്യം പോലും ഉയർത്താൻ കഴിയുന്ന രീതിയിലുള്ള മറ്റൊരു നിലപാടാണ് VN വാസവൻ മുന്നോട്ട് വെച്ചേക്കുന്നത്. അദ്ദേഹം പറയുന്നു, രാവിലെ 7:30ക്കും 8:30ക്കും ഒക്കെ എടുത്ത ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് അവിടെ ആളില്ല എന്ന് പറയുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ആളില്ല എന്നല്ല മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. അവിടെ നടന്ന സെമിനാറുകൾ, ചർച്ചകൾ, പാനൽ ഡിസ്കഷൻ നടന്നെടുത്ത് മതിയായ ആളുകൾ ഉണ്ടായിരുന്നില്ല, ഒഴിഞ്ഞ കസേരകളായിരുന്നു കൂടുതൽ എന്നതാണ് ദൃശ്യങ്ങളുടെ അകമ്പടിയോടുകൂടി തന്നെ മാധ്യമങ്ങൾ കാട്ടിയത്. അത് AI സാങ്കേതിക വിദ്യ കൊണ്ട് സൃഷ്ടിച്ചതായിക്കൂടെ എന്ന ചോദ്യം പാർട്ടി സെക്രട്ടറി ചോദിക്കുമ്പോൾ 7:30ക്കും 8:30ക്കും എടുത്ത ദൃശ്യങ്ങളാണ് എന്ന മറ്റൊരു വാദമാണ് ഏതായാലും ദേവസ്വം മന്ത്രി VN വാസവനും മുന്നോട്ട് വെക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ടുള്ളത്, ഇത്തരത്തിൽ ആളുകൾ ഈ പാനൽ ഡിസ്കഷൻ അടക്കമുള്ളവയിൽ നിന്നും നിൽക്കാതിരിക്കാനുള്ള കാരണങ്ങൾ വിവാദങ്ങൾ കൂടി ആകാം എന്നുള്ള ഒരു വിലയിരുത്തൽ ദേവസ്വം ബോർഡിനുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ്
വസ്തുത. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആളെ കൂട്ടുക എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ആ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ സർക്കാർ വിജയിച്ചിരിക്കുന്നു എന്നത് പറയേണ്ടിയിരിക്കുന്നു. കാരണം ആ വേദിയിലേക്ക് SNDPയെയും NSSനെയും എത്തിക്കാൻ കഴിഞ്ഞപ്പോൾ തന്നെ ലക്ഷ്യമിട്ട രാഷ്ട്രീയ വിജയം സർക്കാരിന് ആദ്യഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമുക്കറിയാം, ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് LDF സർക്കാർ സ്വീകരിച്ച നിലപാടിനെ തുടർന്ന് NSS ആയിരുന്നു അന്ന് സമരമുഖത്ത് സംഘപരിവാർ സംഘടനകൾക്കൊപ്പമൊക്കെ നിലയുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്നത്. ആ NSSനെ സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വേദിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് രാഷ്ട്രീയമായി സംസ്ഥാന സർക്കാരിന്റെ വിജയമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. SNDPയുടെ അകമഴിഞ്ഞ പിന്തുണയും ഇക്കാര്യത്തിൽ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണയും നേടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു എന്ന 2 രാഷ്ട്രീയ നേട്ടങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, ആ ഒരു ഘട്ടത്തിൽ വിജയിച്ചു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ സാജു, നമുക്കറിയാം നാളെ ഇനിയിപ്പോൾ BJPയുടെ ഒരു ബദൽ സംഗമം നടക്കാനിരിക്കുന്നുണ്ടല്ലോ. അതിലേക്കും NSS പ്രതിനിധികൾക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നാളത്തെ സംഗമത്തിൽ അവർ പങ്കെടുക്കുകയാണെങ്കിൽ അതൊരു അടിയായി പോകില്ലേ സർക്കാരിന്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി സർക്കാരിനെ വെറുപ്പിച്ചുകൊണ്ട് NSS മുന്നോട്ട് പോകുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നാളത്തെ സംഗമത്തിൽ NSS പങ്കെടുക്കുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത്തരം ഒരു ആഗോള അയ്യപ്പ സംഗമം സർക്കാർ തലത്തിൽ തന്നെ നടക്കുകയും മാസ്റ്റർ പ്ലാൻ അടക്കമുള്ളവ വിശദമായി വലിയ വിദഗ്ധ പാനലുകൾ ചർച്ച ചെയ്യുകയും ചെയ്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ അപ്പുറത്തിനി പങ്കെടുക്കുമോ NSS എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ അവിടെ NSS പങ്കെടുക്കുന്നില്ലെങ്കിൽ കൂടി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സമ്പൂർണ്ണ വിജയമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ടതില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങളിൽ 18 അംഗ സമിതിയെ നിയോഗിച്ചുകൊണ്ട് അത് പഠിക്കാനുള്ള തീരുമാനങ്ങൾ, അത് ക്രോഡീകരിക്കാൻ ഇന്നലത്തെ 3 പാനൽ ഡിസ്കഷനിൽ നിന്നും ഉയർന്നു വന്ന നിർദ്ദേശങ്ങളെ ക്രോഡീകരിക്കാൻ, ഒപ്പം പലരും എഴുതിയൊക്കെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതെല്ലാം കൂടി ചേർത്ത് ക്രോഡീകരിക്കാൻ ഒരു 18 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സമിതിയുടെ കാര്യത്തിൽ അതിന്റെ നിയമസാധുതയൊക്കെ എത്രത്തോളം എന്ന ചോദ്യം പല കോണിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ശബരിമലയുമായി ബന്ധപ്പെട്ട മാസ്റ്റർ പ്ലാൻ അടക്കമുള്ളവ ഹൈക്കോടതി അടക്കം ഉള്ള നിയമ സംവിധാനങ്ങൾ പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് ഉള്ളത്. സ്വാഭാവികമായും അവിടെ ഇപ്പോൾ നിയോഗിച്ചുള്ള പ്രത്യേക സമിതിക്ക് എന്ത് റോൾ എന്നതടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. ഏതായാലും ഇതിനകത്ത് രാഷ്ട്രീയമായ വിജയം സംസ്ഥാന സർക്കാരിന് ഉണ്ടായിട്ടുണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിലെ നടത്തിപ്പിലൂടെ എന്ന കാര്യത്തിൽ സംശയമില്ല. അത് NSSനെ കൂടി കൂട്ടിച്ചേർത്ത് നിർത്താൻ കഴിഞ്ഞു എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ സർക്കാർ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ മുന്നോട്ട് വെച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് 3 പാനൽ ഡിസ്കഷൻ ആയിരുന്നു. അത് ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ അടക്കമുള്ളവയുടെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതായിരുന്നു.